നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ലെങ്കിലും നോക്കിപ്പോ അച്ഛനമ്മമാരെ കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. മാധവന്റെ വീട്ടുകാർ ഓരോന്ന് പറഞ്ഞ അവളെ പാട്ടിലാക്കിയിരിക്കല്ലേ. അച്ഛൻ എന്തായി പറയുന്നത്? എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ദൂഷ്യം പറിച്ചില് മതിയാക്കാറായില്ലേ ഇതുവരെ? മനോജിനെ കാണുമ്പോ പകയോടെ പല്ല് കടിക്കുന്ന ഹരിതയുടെ അച്ഛന് ഇനി അലിവോടെ ചേർത്ത് പിടിക്കേണ്ടി വരും. തന്റെ സ്വത്തുക്കൾക്ക് ഒരു അനന്തരാവകാശിയെ കൂടി തന്ന മരുമകന് ഹരിതയുടെ അച്ഛന് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും വിനുവേട്ടനും ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൂട്ട് ആശ്വാസമായിരിക്കും. എല്ലാവർക്കും സന്തോഷം. സന്തോഷിക്കട്ടെ. സ്വന്തം സഹോദരന് ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നെന്നറിഞ്ഞപ്പോ അപ്പച്ചിയായി ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. പക്ഷേ വർഷയുടെ കാര്യം ആലോചിക്കുമ്പോ ഉള്ളിലൊരു നീറ്റല. പാവം, അവളെ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം. കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവരുടെ സന്തോഷം കൂടി കെടുത്തുന്നത് എന്തിനാ? വന്നേ, ഇവിടെ വാ. കണ്ടില്ലേ, മാറാലയും ചെലന്തി വലയും ക്ഷുദ്രജീവികളും എല്ലാം കൂടുകൂട്ടിയിരിക്കുന്നതിന്റെ അവസ്ഥ കണ്ടോ? എടി, കണ്ടില്ലേ? ദേ അവിടെ. അച്ഛമ്മേ, ദേ വരുന്ന ആരാ നോക്കിയേ. അച്ഛമ്മേ, മോളെ. കുമുദം സുഖാണോ? ആ, സുഖം കുഞ്ഞെ. എന്താ മോളെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്റെ വീട്ടിൽ വരുന്നതിന് മുന്നറിയിപ്പൊക്കെ വേണോ അച്ഛമ്മ? എനിക്ക് അമ്മയൊന്ന് കാണണം, ഒരു വിശേഷം പറയാനുണ്ട്. അതെന്താ, അച്ചമ്മയ്ക്ക് വിശേഷം കേട്ടൂടെ? അത് പറ്റില്ല, ആദ്യം കേൾക്കേണ്ടത് അമ്മ, പിന്നെ അച്ഛമ്മ കേട്ടാ മതി. ഈ പെണ്ണിന്റെ ഒരു കുറുമ്പ്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ആ മോളെ, തക്ക സമയത്താ നീ വന്നത്. മുകളിലുള്ള വലയൊന്നും അടിക്കാൻ വേലക്കാരിക്ക് എത്തുന്നില്ല. നിന്റെ ഭർത്താവിന് പൊക്കവും തടിയും ഒക്കെ ഉണ്ടല്ലോ, അവൻ വലയടിക്കട്ടെ. അച്ഛമ്മ, അതിപ്പോ ഏതിപ്പോ? വേലയും കൂലിയില്ലാതെ ഒറ്റ ഇരിപ്പല്ലേ? ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ, ഇല്ലെങ്കി പിത്തം പിടിച്ച് ഊതിപ്പോകും. അവൻ വലയടിക്കട്ടെ, നമുക്ക് സുമലതയെ പോയി കാണാം. വാ മോളെ. അല്ല, ഇന്നേട്ടാ വലയടിച്ച പിടിക്കേ കൊച്ചിക്കള്ള്. അയ്യേ, അമ്മേ. മോളെ, നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. അല്ലെങ്കിലും നോക്കിപ്പോ അച്ഛനമ്മമാരെ കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. മാധവന്റെ വീട്ടുകാർ ഓരോന്ന് പറഞ്ഞ അവളെ പാട്ടിലാക്കിയിരിക്കല്ലേ. അച്ഛൻ എന്തായി പറയുന്നത്?
എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ദൂഷ്യം പറിച്ചല് മതിയാക്കാറായില്ല ഇതുവരെ. എന്നെ പാട്ടിലാക്കാൻ വേണ്ടി അവിടെ ആരും ഒന്നും പറയുന്നില്ല. കണ്ടില്ലേ സംബന്ധ വീട്ടുകാരെ പറഞ്ഞപ്പോ അവളുടെ ഒരു നീരസം. അവര് നിന്നെ വല്ലാതെ വശപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ലക്ഷണമായി ഇതൊക്കെ. എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. ഒരു പുതിയ സംബന്ധക്കാരൻ വന്നിട്ടുണ്ടല്ലോ, കോടീശ്വരനായ ഒരു വിക്രം. അവനും ലക്ഷണം കെട്ടവനാടി. മുഹൂർത്ത സമയത്ത് താലി കെട്ടാതെ ബിസിനസ് ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് ചാടി പൊയ്ക്കളഞ്ഞല്ലേ. എന്നിട്ടും മുഹൂർത്തം കഴിഞ്ഞിട്ടല്ലേ വന്ന് താലി കെട്ടിയത്. ഇവനൊക്കെ എങ്ങനെ ഗുണം പിടിക്കൂടി? അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? 1-2 രൂപയ്ക്കല്ല, കോടികളുടെ ബിസിനസ് ഏർപ്പാടാ ആ വിക്രമിന്. ചെല്ലേണ്ട കാര്യത്തിന് ചെല്ലാതിരുന്നാലേ ചിലപ്പോ എത്ര കോടികളാ വെള്ളത്തിലാവുന്നതെന്ന് അറിയാവോ? അതുകൊണ്ടായിരിക്കാം വിക്രം എഴുന്നേറ്റ് പോയത്. തിരിച്ചു വന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടെല്ലാം വിക്രം മാപ്പ് പറഞ്ഞില്ലേ? ആ മാന്യതയും നല്ല മനസ്സും മാത്രം മതി ആ മാധവേട്ടന്റെ കുടുംബത്തിന് ഗുണം പിടിക്കാൻ. അതെ, മതി. നിങ്ങൾ അമ്മായും മരുമോളും കൂടെ കണകുണാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ആ കൊച്ചിന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. അച്ഛാ നിക്ക്, എനിക്ക് അമ്മയോടും അച്ഛനോടും ഒരു വിശേഷം പറയാനുണ്ട്. അപ്പോ എന്നോടില്ലേ മോളെ? അച്ഛമ്മയോടും ഉണ്ട്. എന്താ മോളെ? ഞാനൊരു അമ്മയാവാൻ പോകുന്നു. ഏ? അയ്യോ, മോളെ ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഞാനൊരു അമ്മൂമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്തയും കൊണ്ടാണോ നീ വന്നത്? അമ്മയ്ക്ക് സന്തോഷായിടി മോളെ. ആ വാ വാ. വിശേഷം വല്ലതും നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഹരിതമോള് ഒരമ്മയാവാൻ പോന്നു. ആഹാ, കൺഗ്രാറ്റുലേഷൻസ് ഹരിത. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഒരമ്മൂമ്മയാകണമെന്ന ആഗ്രഹം സാധിച്ചു തരാൻ ജിതേന്ദ്രനോ വിദ്യക്കോ ഭാഗ്യം ഉണ്ടായില്ല. എന്റെ പൊന്നു മോൾക്ക് അതിനുള്ള രാശി തെളിഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷായി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.